ഇപ്പോൾ നമ്മോടൊപ്പം CPIM മുതിർന്ന നേതാവ് ശ്രീ കെ അനിൽകുമാർ ചേരുകയാണ്. ശ്രീ അനിൽകുമാർ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ, അതായത് ഇത്രയേറെ വ്യവസായ സൗഹൃദമായ ഒരു അന്തരീക്ഷത്തിൽ കേരളം ഒന്നാമതെത്തുന്നു. ചന്ദ്രബാബു നായിഡു അടക്കമുള്ളവർ അതിനെ ശ്ലാഘിക്കുന്നു. വളരെ അസൂയാവഹമായ നേട്ടമാണ് കേരളം ഉണ്ടാക്കിയെന്ന് പറയുന്നു. തങ്ങളുടെ സ്ഥാനം തട്ടിയെടുത്തു എങ്കിൽ പോലും എന്ന് അദ്ദേഹം പറയുന്നു. അത് പ്രസിദ്ധമായതാണ്. ഇത് കണ്ടുപിടിക്കുന്നത് സ്റ്റാറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണത്. ദേശീയ തലത്തിലുള്ള ഏജൻസിയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലം ഇരിക്കുമ്പോഴാണ് ശശി തരൂർ അതിനെ ശ്ലാഘിച്ചുകൊണ്ട് ലേഖനം എഴുതുന്നത്. അതിനെതിരെ കക്ഷി രാഷ്ട്രീയ അധിഷ്ഠിതമായി സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിനെതിരെ ഇതാ VD സതീശൻ രംഗത്തെത്തുന്നു. ശശി തരൂർ എന്ത് സ്റ്റാറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞതെന്ന് അദ്ദേഹത്തിന് അറിയില്ലത്രേ. ഇതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. എന്തു തോന്നുന്നു താങ്കൾക്ക്? കേരളം എന്ന പേരിനോട് പോലും അലർജി തോന്നുന്ന തരത്തിൽ വികസിതമായ കേരളത്തെ അവജ്ഞയോടെ കാണുന്ന ഒരു പ്രതിപക്ഷം കേരളത്തിന് എത്രത്തോളം ശാപവും ഭാരവുമാണ് എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ഇന്നത്തെ നിലപാട് തെളിയിക്കുന്നത്. ഇത് പുതിയ നിലപാടല്ല. കേരളത്തിലെ BJPയുടെ സംസ്ഥാന ഘടകം, KPCCയുടെ കേരളത്തിലെ ഘടകം, UDF നേതൃത്വം മാറി ഒരുമിച്ച് നിന്നുകൊണ്ട് കേരള വിരുദ്ധമായ ഒരാശയ പരിസരം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ പിണറായി സർക്കാർ 9ാമത്തെ വർഷം പൂർത്തീകരിക്കുമ്പോൾ കണ്ണിൽ കാണുന്ന കാതലായ മാറ്റത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് ഓരോ രംഗത്തും സാക്ഷ്യങ്ങൾ വരികയാണ്. കണ്ണു തുറന്ന് യാത്ര ചെയ്യുന്ന ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ മാത്രമല്ല, കോവിഡാനന്തരം നമ്മുടെ രാജ്യത്തെയും ലോകത്തെയും സമ്പദ് വ്യവസ്ഥകൾ അതിൽ നിന്നും മറികടക്കുമ്പോൾ വേഗതയേറിയ മറികടക്കലിന് വളർച്ചാ നിരക്കിൽ കേരളം മുൻപിൽ എന്ന ആധികാരികമായ പഠനങ്ങൾ ശശി തരൂർ ഉദ്ധരിച്ചിട്ടുണ്ട്. ലോക സമ്പദ് വ്യവസ്ഥയിൽ എങ്ങനെയാണ് ഈ മാറ്റം വരുന്നത്? ആ മാറ്റത്തിന്റെ 3 ഇരട്ടിയാണ് വളർച്ചാ നിരക്കിൽ കേരളത്തിൽ സംഭവിക്കുന്നത്. ഇത് കണക്കസഹിതം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല, നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഇങ്ങനെ മുന്നിലെത്തി എന്നുള്ളത് കേന്ദ്ര സർക്കാർ തന്നെ അതിന്റെ മാനദണ്ഡങ്ങൾ പ്രകാരം സാക്ഷ്യപ്പെടുത്തി അടക്കം ചൂണ്ടിക്കാണിക്കുകയാണ് ബഹുമാനപ്പെട്ട ശശി തരൂർ ഒരു നിലപാട് സ്വീകരിച്ചത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് തന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അത് എതിരാണ് എന്നതുകൊണ്ട് ശശി തരൂരിനെ തള്ളിപ്പറയുകയാണ്. അദ്ദേഹം തള്ളിപ്പറയുന്നത് ശശി തരൂരിനെ മാത്രമല്ല, കേരളത്തെയാണ്. ഈ കേരളത്തെ നയിക്കാൻ കോൺഗ്രസ് അശക്തമാണ്. ഈ കേരളത്തെ മുന്നോട്ട് നയിക്കാൻ കോൺഗ്രസിന് സാധിക്കത്തില്ല, UDFന് സാധിക്കത്തില്ല. ഈ പ്രതികരണത്തിലൂടെ അവർ തുറന്നു കാട്ടപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, ശശി തരൂർ പറയുന്ന കാര്യങ്ങൾ 28ാം സ്ഥാനത്ത് നിന്ന് 1ാം സ്ഥാനത്തേക്ക് കേരളം എത്തുന്നു. ചുവപ്പ് നാട, ഈ സർക്കാർ സംവിധാനങ്ങളിലും ഉദ്യോഗസ്ഥ തലങ്ങളിലും ഒക്കെയുള്ള വലിച്ചിഴക്കൽ, കാലതാമസം, ഇതൊക്കെ ഇല്ലാതാക്കുന്നു. ഏകജാലക സംവിധാനത്തിലൂടെ ഇതിൻ്റെ കാര്യങ്ങളെ സുഗമമാക്കുന്നു. ഇങ്ങനെ വളരെ ശാസ്ത്രീയമായ കാര്യങ്ങളാണ് കേരളം ചെയ്തത്. 28ാം സ്ഥാനത്ത് കിടന്നിരുന്ന കേരളമാണ് ഇപ്പോൾ 1ാം സ്ഥാനത്തേക്ക് എത്തുന്നത്. അത് LDF ഭരണത്തിൻ്റെ കാലത്താണ്. അദ്ദേഹം കക്ഷി രാഷ്ട്രീയം നോക്കാതെയാണ് ആ കാര്യങ്ങൾ പറയുന്നത്. കണ്ണടച്ചു തുറക്കുമ്പോൾ, അതായത് 2 മിനിറ്റ് കൊണ്ട് ഒരു ബിസിനസ് വേണമെങ്കിൽ തുടങ്ങാം നിങ്ങൾക്ക്. അത്രയേറെ സുഗമമാണ് കാര്യങ്ങൾ, നിയമവിധേയമായ കാര്യങ്ങളിലൂടെ തന്നെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലം ചൂണ്ടിക്കാണിച്ചാണ് ശശി തരൂർ അതിനെ നിരത്തുന്നത്. മാത്രമല്ല, ശശി തരൂർ നിരത്തിയ കാര്യങ്ങളെ ഈ VD സതീശൻ വെട്ടുന്നത് എന്ത് സ്റ്റാറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ്. ഇത് കേരളമല്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാമത് എത്തുന്നതെന്ന് പറയുന്നത് ദേശീയ ഏജൻസിയാണ്. അത് കേരളത്തിന് പുറത്തുള്ളതാണ്. മാത്രമല്ല, നീതി ആയോഗിൻ്റെ ഭാഗത്തും ഒട്ടേറെ ഘട്ടങ്ങളിൽ, ഒട്ടേറെ മേഖലകളിൽ കേരളം മുന്നിലാണ് എന്ന് അവർക്ക് പറയേണ്ടി വരുന്നത് കേരളത്തോടുള്ള സൗഹൃദം കൊണ്ടല്ല, സ്റ്റാറ്റിറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോഴാണ് VD സതീശൻ ചോദിക്കുന്നത്, എന്ത് സ്റ്റാറ്റിറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പറയുന്നതെന്ന്. അതൊരു സങ്കുചിതമായ രാഷ്ട്രീയം തന്നെയല്ലേ? അത് യഥാർത്ഥത്തിൽ കേരളത്തിന് ഭൂഷണമാണോ? അത്രയും സങ്കുചിതമായ ഒരു കക്ഷി രാഷ്ട്രീയ നില കേരളത്തിൻ്റെ പൊതുവികസനത്തിൻ്റെ കാര്യത്തിൽ? കെ അനിൽകുമാർ, ഒരു വ്യവസായം തുടങ്ങാൻ ടെൻഡർ വേണമെന്ന് പറഞ്ഞ ലോകത്തെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മറ്റൊരാൾ അങ്ങനെ ഉണ്ടാവില്ല. ഒരു സ്വകാര്യ വ്യവസായം തുടങ്ങുന്നതിന് ടെൻഡർ ഉണ്ടോ എന്ന് ചോദിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലവാരത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അടിസ്ഥാനപരമായി പിണറായി വിരോധം, അടിസ്ഥാനപരമായി കേരള വിരോധം. ഇനി കേരളം വികസിച്ചാൽ ഞങ്ങളുടെ ആർട്ടിസ് കൂട്ടേണ്ടി വരുമെന്നുള്ള തികഞ്ഞ ബോധം. അതുകൊണ്ട് കേരളം വികസിച്ചിട്ടില്ല, നേരം വെളുത്തിട്ടില്ല, സൂര്യൻ ഉദിച്ചിട്ടില്ല എന്ന് കണ്ണടച്ച് കിടക്കുന്ന കൊച്ചുകുട്ടിയെ പോലെയാണ് VD സതീശൻ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അത് മലയാളികൾ അദ്ദേഹത്തെ നോക്കി പരിഹസിക്കുകയാണ്, ചിരിക്കുകയാണ്. ശശി തരൂർ ചൂണ്ടിക്കാട്ടിയ സത്യം മികവാർന്ന ഒരു വികസന സൂര്യന്റെ വെളിച്ചത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ സത്യമാണ്. കണ്ണടച്ചാൽ ഇരുട്ടാവില്ല സതീശ എന്ന് കേരളത്തിലെ ജനങ്ങൾ VD സതീശന് മറുപടി കൊടുക്കുക തന്നെ ചെയ്യും. അതെ, അത് മാത്രമല്ല, ഈ ശശി തരൂര് നേരത്തെ അവരുടെ ആഭ്യന്തര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ശശി തരൂര് പരസ്യമായി പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: ഊതി വീർപ്പിച്ച ബലൂണാണ്, കുത്തിയ പൊട്ടുമെന്നൊക്കെയാണ്
ഈ വി ഡി സതീശൻ സൂചിപ്പിച്ചത് അത് അവരുടെ ആഭ്യന്തര രാഷ്ട്രീയമാണ്. എങ്കിൽ പോലും അതിൻ്റെ ഒരു തുടർച്ച ഇതിൽ കാണാം. കാരണം മൂന്നാം പിണറായി സർക്കാർ കൂടി ഇങ്ങനെയൊക്കെ എല്ലാവരും അംഗീകരിച്ചാൽ, കോൺഗ്രസ് തന്നെ അംഗീകരിച്ചാൽ, കോൺഗ്രസിൻ്റെ തന്നെ പ്രമുഖ നേതാക്കന്മാർ അംഗീകരിച്ചാൽ മൂന്നാം തുടർഭരണവും കൂടി ഉണ്ടാകും. അതിൻ്റെ വെപ്രാളത്തിൽ അദ്ദേഹം പറയുന്നത് സ്വാഭാവികമായി യുക്തിഭദ്രമല്ലേ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ? ശശി തരൂര് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഹൃദയ ചുരുക്കം, മനസ്സിന്റെ ചുരുക്കം തനിക്കില്ല, തന്റെ വിശ്വപൗരനാണ് എന്ന നിലപാട് സ്വീകരിക്കുന്ന അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിൽ വിമോചന സമരം പ്രഖ്യാപിക്കുന്ന കെ സുധാകരന്റെ കൂടെ അല്ലായിരുന്നു ഈ ശശി തരൂർ നിലകൊണ്ടത്. ഇത് ആദ്യത്തെ സംഭവമല്ല. ശശി തരൂർ ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ നിലപാടെടുക്കുന്നത് പുതിയ സംഭവമല്ല. കോൺഗ്രസിലെ നേതാക്കന്മാർ എങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ നിഷേധകരമായി നിൽക്കുന്നു, ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നു. രണ്ടു തരം നേതാക്കളുണ്ട്. അതിൽ ഞാൻ ക്രിയാത്മകമായി നിൽക്കുന്ന നേതാവ് തന്നെയാണ് എന്ന് വെളിപ്പെടുത്തുകയാണ് ഇതുവഴി ശശി തരൂർ ചെയ്യുന്നത്. അത് അദ്ദേഹത്തിന്റെ നിലപാടാണ്. അതിന് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളുണ്ട്. അല്ല, സ്വാഭാവികമായും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ മൂന്നാം തുടർഭരണം കൂടി പിണറായിക്ക് ലഭിക്കും. അതിൻ്റെ ഭയപ്പാട് സതീശന് ഉണ്ടാകുന്നത് തെറ്റു പറയാനാവുമോ? അല്ല, അവരുടെ ഉപജീവനം മുടങ്ങുമെന്നുള്ള ആശങ്ക കൊണ്ടാണ് ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പറയുകയില്ലാതെ വേറെ എന്താണ് മറുപടി? ശരിയാണ്. ശരി, വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചത് ശ്രീ കെ അനിൽകുമാർ.